പൂ മാറ്റിയാൽ മാത്രമേ നമുക്ക് ഇതേപോലെ നല്ല പയർ കിട്ടത്തുള്ളൂ. ഹായ് ഫ്രണ്ട്സ്, വിയാസയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്ക് ഹാർദമായ സ്വാഗതം. അപ്പോൾ നമ്മളുടെ ഫോനെ പേര് ചോദിക്കുകയുണ്ടായി, നമ്മുടെ അഗസ്തി വന്നിട്ട് അത് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ കാ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ കാ കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് അതിൻ്റെ വിത്ത് എടുത്തിട്ട് നമുക്ക് മുളപ്പിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹൈബ്രിഡ് വിത്തൊക്കെ ആവാൻ നേരത്ത് നമുക്കത് മുളപ്പിക്കാൻ കഴിയത്തില്ല. നമുക്ക് അങ്ങനെയൊക്കെയുള്ള ഒരു പല പ്രശ്നങ്ങളുമുണ്ട്. അപ്പോൾ എല്ലാം തോനെയും നമുക്ക് എന്തായാലും ഫ്ലവർ വരും, പൂ വരും. അതിനുശേഷം നമുക്ക് എന്താ ചെയ്യുക, ഇതിൻ്റെ ഇതങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മൾ അഗസ്തിക്കുന്നുണ്ടോ ഇതൊക്കെ ഇതെന്ന് പറയാൻ നേരത്ത് ആ നിറയതാ മുന്നേക്ക് തന്നെ അതിൻ്റെ പയർ വന്ന് നിൽപ്പുണ്ട്. നോക്കിയേ, എല്ലാത്തിനും നിൽപ്പുണ്ട് കേട്ടോ. 5 പൂവുണ്ടെങ്കിൽ 5 പൂവിന് കറക്റ്റായിട്ട് തന്നെ അതിൻ്റെ ഇത് പയറായിട്ട് വന്ന് നിൽപ്പുണ്ട്. അത് നോക്കിയേ, ഇതുണ്ടോ ഇവിടെ എല്ലാം നിൽപ്പുണ്ട്. അപ്പോൾ നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, നമുക്ക് അഗസ്തി എങ്ങനെയാണ് നമുക്കൊരു കറക്റ്റായിട്ട് നമുക്ക് അതിൻ്റെ വളം കൊടുക്കുന്ന വീഡിയോ ചെയ്യുന്നുണ്ട്. 5 മാസം കൂടുമ്പോൾ നമുക്കൊരു വളം കൊടുത്താൽ തന്നെ നമുക്ക് നിറയെ തന്നെ നമുക്ക് കാഴ്ച. ഇത് നമ്മൾ ഡെയിലി ആയിട്ട് നമ്മൾ ഒന്നര നമുക്ക് ഇതിൻ്റെ നമ്മൾ പൂ പറിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. അപ്പോഴേ ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ഒരു 10 പൈസ പോലും 1 പൈസ പോലും ചിലവില്ലാത്ത രീതിയിൽ നമുക്ക് ഇതിൻ്റെ പൂ മാറ്റിയിട്ട് നമുക്ക് അതിൻ്റെ പയറാക്കി മാറ്റാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഹൈബ്രിഡ് പിന്നെ ഇനത്തിൽപ്പെട്ടൊക്കെയാണ് നമുക്ക് അതിൻ്റെ ഇതെടുക്കാൻ പറ്റാത്തതിരിക്കുന്നത്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. നോക്കണം, ഓക്കെ, അതായത് ഇത് പൂവാണ്. അപ്പോൾ ഈ പൂവ് നമുക്ക് എന്ത് ചെയ്യുന്നത് വെച്ചാൽ, നമുക്ക് ഇങ്ങ് നോക്കിയാണോ, ഇവിടെ നിന്ന് നമ്മൾ ഇതിൻ്റെ ഇനി പറിച്ച് മാറ്റുകയാണ് കേട്ടോ. ഇത്രയും നമ്മളിങ്ങനെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇത് മാറ്റുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് മാറ്റാൻ നേരത്തെ തന്നെ ഇതിൻ്റെ ഈ സമയത്തായിരിക്കണം ഇതിൻ്റെ കറക്റ്റായിട്ട് തന്നെ പോളിനേഷൻ നടക്കും കേട്ടോ. നോക്കി, ഇത് നമ്മളങ്ങനെ പറിക്കുകയാണ്. അപ്പോൾ പറിക്കാൻ നേരത്ത് നമുക്ക് ഇവിടെ നിന്ന് ഒന്നുമില്ല. കൂടുതലും നമുക്ക് ഇങ്ങനെ ഇത് കറക്റ്റായിട്ട് നമുക്ക് സീഡ് കിട്ടാത്തത് ഇവിടെ നിന്നിട്ട് ഇതിങ്ങനെ നിന്ന് അഴുവി അങ്ങ് പോകുമ്പോൾ നമ്മൾ മൊത്തത്തിലൊരു ഫംഗസ് കയറിയിട്ടാണ് ഈ നമ്മൾ കറക്റ്റ് പൂ ഉൾപ്പെടെ നമുക്ക് അത് താഴെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് കൊടുക്കുന്നതെങ്കിൽ എല്ലാം നമുക്ക് അതിൻ്റെ പയർ നമുക്ക് കിട്ടും കേട്ടോ. ഇതേപോലെ ചെയ്ത് കൊടുത്താൽ നോക്കിയാൽ നല്ല രീതിക്ക് തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും കേട്ടോ. നോക്കിയത് ഇവിടെയൊക്കെ നിൽക്കുന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ നമ്മളങ്ങനെ പറിച്ചെടുത്തേണ് കേട്ടോ. ഇവിടെയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പയർ നിൽപ്പുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മൾ ആ രീതിക്ക് നമ്മൾ ആക്കിയെടുത്തേണ്. അപ്പോൾ ഒരുപാട് പേര് നമ്മളുടെ ചോദിക്കുകയുണ്ടായത്, ഇങ്ങനെ നമുക്ക് പയർ വന്നിട്ട് പയർ കിട്ടുന്നില്ല എന്ന് പറയുകയുണ്ടായി. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മളൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ ചെയ്തെടുത്താൽ മതി. നോക്കി ഇതാണ്ട് 5 കറക്റ്റായിട്ട് തന്നെ നമുക്ക് ആ രീതിക്ക് നമുക്ക് കിട്ടുമെന്നാണ് ഇതിൻ്റെ വേറെ പ്രത്യേകം. അപ്പോൾ നമുക്ക് ചെറുതൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഐഡിയ ആണ്. അപ്പോൾ ഇതെല്ലാവരും തന്നെ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല റിസൾട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് അതിൻ്റെ പൂവും കിട്ടും. നമുക്ക് എന്തായാലും നമുക്ക് ഒരെണ്ണം കാണിച്ചു തരാം. നമുക്ക് ഒരു പറിക്കുകയാണ്. ഒരെണ്ണം നമ്മൾ ഇങ്ങനെ എടുത്തതിന് ശേഷം നമുക്ക് ഇത് എടുത്തു കഴിഞ്ഞു. അതിനുശേഷം ഇതിൻ്റെ നിറയെ നാമ്പാണ്. ഈ നാമ്പ് നമ്മൾ ഉപേക്ഷിച്ച് കളയുന്നതാണ്. ഈ നാമ്പ് ഇതാണ് നമുക്കുള്ള ഫ്ലേവർ നമുക്ക് ആവുന്നത് കേട്ടോ. ഈ നാമ്പിൽ നമുക്കുള്ള ഓക്കെ കാണിച്ചാൽ ഇത് നമുക്ക് പയർ നമുക്ക് കിട്ടുന്നതുണ്ടോ. ഉണ്ടോ, ഇതാണ് നമുക്കുള്ള പയർ എന്ന് പറയുന്ന നേരത്ത് ഉണ്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ നമുക്ക് എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ കറക്റ്റ് തന്നെ നമുക്ക് അതിൻ്റെ പയർ കറക്റ്റായിട്ട് നമുക്ക് കിട്ടുമെന്നാണ് ഇതിന് വേറെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും തന്നെ ഈ രീതിക്ക് ചെയ്ത് നോക്കാം. ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ടതൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് അതിൻ്റെ പയർ നമുക്ക് എടുക്കാം, വേറെ തൈകൾ നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കാം. അപ്പോൾ പുതിയൊരു കണ്ടന്റുമായി വരുന്നവരെ ഗുഡ് ബൈ.